കുറച്ച് ദിവസങ്ങളായി നടി ബീന കുമ്പളങ്ങിയുടെ ദുരിതജീവിതം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. സഹോദരിയുടെയും സഹോദരി ഭർത്താവിന്റെയും മാനസിക പീഡനം മൂലം സ്വന്തം വീട് വിട്ടിറങ്ങേണ്ടി വന്ന നടിയുടെ അവസ്ഥ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ താൻ അനുഭവിച്ച ദുരിതങ്ങളെക്കുറിച്ചും ഇപ്പോൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടലിനെ കുറിച്ചുമെല്ലാം മനസ്സ് തുറന്നിരിക്കുകയാണ് ബീന കുമ്പളങ്ങി. മലയാളത്തിലെ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലൂടെ ബീന കുമ്പളങ്ങി തന്റെ ജീവിതകഥ പറയുകയാണ്. കുടുംബത്തെ പോറ്റാനാണ് താൻ അഭിനയത്തിലേക്ക് ഇറങ്ങിയതെന്ന് ബീന പറയുന്നു. വളരെ ചെറുപ്പത്തിലെ തന്നെ അഭിനയിക്കുവാൻ ഇറങ്ങിയതാണ്. അച്ഛനും കുടുംബവും ഒക്കെ അന്നത്തെ ജന്മിമാരായിരുന്നു. ഭാഗം വെച്ച് പിരിഞ്ഞതിനു ശേഷം എല്ലാം നഷ്ടപ്പെടുകയായിരുന്നു. പിന്നീട് കുടുംബത്തെ പോറ്റുവാൻ എനിക്ക് അഭിനയത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നു. 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് ആദ്യമായി അഭിനയിച്ചു തുടങ്ങുന്നത്. അച്ഛനും അമ്മയും 7 സഹോദരങ്ങളും അടങ്ങുന്ന കുടുംബത്തിന് ഏക ആശ്രയം ഞാൻ മാത്രമായിരുന്നു. ആഗ്രഹിച്ച് അഭിനയത്തിലേക്ക് വന്നതല്ല, നിവർത്തികേടായിരുന്നു. അന്ന് കുടുംബത്തിലുള്ളവർ തന്നെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നാട്ടുകാരൊക്കെ എനിക്ക് സപ്പോർട്ടായിരുന്നു. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ കുടുംബത്തെ നോക്കുന്നത് എന്ന് അവർക്കറിയാമായിരുന്നു. അനിയത്തിമാർക്ക് യൂണിഫോം വാങ്ങണമെങ്കിൽ എനിക്ക് വർക്ക് കിട്ടണം. മാറിയെടുക്കുവാൻ എനിക്കൊരു ബ്ലൗസ് ഇല്ല എങ്കിലും അനിയത്തിമാരുടെ കാര്യങ്ങൾക്കൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല. ഇതൊന്നും പറയണമെന്ന് കരുതിയ കാര്യങ്ങളല്ല. ചെയ്തതിന്റെ കണക്ക് പറഞ്ഞ് എനിക്കൊന്നും നേടാനുമില്ല. പക്ഷെ ഓർത്തു പോവുകയാണ് എന്നും ബീന കുമ്പളങ്ങി പറയുകയാണ്. കല്യാണരാമൻ എന്ന സിനിമയ്ക്ക് ശേഷം ഞാൻ അഭിനയിച്ചിട്ടില്ല. അഭിനയിക്കുവാൻ പോകുന്നതിൽ ഭർത്താവിന് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ വർക്ക് വന്നില്ല എന്നതാണ് സത്യം. എനിക്ക് മക്കളില്ല. ഭർത്താവ് നന്നായി മദ്യപിക്കുന്ന ഒരാളായിരുന്നു. കടങ്ങളുണ്ടായിരുന്നു ഒരുപാട്. എനിക്ക് കുടുംബപരമായി കിട്ടിയ സ്ഥലം വിറ്റ് അദ്ദേഹത്തിന്റെ കുറച്ച് കടങ്ങളൊക്കെ തീർത്തു. അദ്ദേഹം മരിച്ചതിന് ശേഷം ഇളയ അനിയനാണ് പൊന്നുപോലെ നോക്കിക്കോളാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നത്. തറവാട്ട് വീട്ടിലേക്കാണ് അന്ന് എന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. അവിടെ എൻ്റെ അമ്മയും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അഭിനയിക്കുന്നുണ്ടായിരുന്നു. അന്ന് 3 സെന്റ് സ്ഥലമുണ്ടെങ്കിൽ വീട് വെച്ച് തരാമെന്ന് അമ്മ സംഘടന പറഞ്ഞപ്പോൾ അങ്ങനെ സഹോദരൻ 3 സെന്റ് സ്ഥലം തന്നപ്പോൾ അവിടെ ഞാനൊരു വീട് വെച്ചു. എങ്കിലും അമ്മയുള്ളത് കൊണ്ട് ഞാൻ തറവാട്ടിൽ തന്നെ നിന്നു. വീടില്ലാത്ത അനിയത്തിയും ഭർത്താവും എൻ്റെ വീട്ടിലും നിന്നു. എനിക്ക് വീടൊന്നും വേണ്ടല്ലോ. എൻ്റെ കാലം കഴിയുന്നതുവരെ അവരും അവിടെ നിന്നോട്ടെ എന്നാണ് ആദ്യം ഞാൻ കരുതിയിരുന്നത്. പക്ഷേ പിന്നീട് ആങ്ങളയുടെ സ്വരം മാറി. മരിക്കുന്നതിന് മുൻപേ അമ്മ എനിക്കൊരു സൂചന തന്നിരുന്നു. ഞാൻ മരിച്ചാൽ നീ നിന്റെ വീട്ടിൽ തന്നെ നിന്നാൽ മതി, ഇങ്ങോട്ട് കയറരുത് എന്നൊക്കെ പറഞ്ഞേൽപ്പിച്ചിരുന്നു. അമ്മ മരിച്ചതിന് ശേഷം ഞാനൊരു ബാധ്യതയാകുമെന്ന രീതിയിൽ സഹോദരൻ സംസാരിക്കുവാൻ തുടങ്ങി. അതോടെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് മാറി. പക്ഷേ അവിടെ എത്തിയപ്പോൾ അനിയത്തിയും ഭർത്താവും എന്നെ മാനസികമായും ക്രൂരമായും പീഡിപ്പിച്ചു. തിന്നാനും കുടിക്കാനും നൽകാതെ കുത്തിനോവിക്കുന്ന വാക്കുകൾ പറഞ്ഞ് എന്നെ ഒരു ഭ്രാന്തിയെ പോലെയാക്കി. ഞാനൊരു കട്ടിലിൽ ചുരുണ്ടുകൂടി. ആ കട്ടിൽ മാത്രമാണ് എൻ്റെ ലോകമെന്ന രീതിയിലായെന്നും ബീന കുമ്പളങ്ങി പറയുന്നുണ്ട്. പിന്നീട് വീട് അവരുടെ പേരിലേക്ക് മാറ്റി എഴുതണമെന്ന് പറഞ്ഞുകൊണ്ട് അനുജത്തിയും ഭർത്താവും പീഡിപ്പിക്കുവാൻ തുടങ്ങി. അതിന് എരിപിരി കയറ്റി കൊടുത്തത് എന്നെ പൊന്നുപോലെ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ സഹോദരനാണ്. ഏറ്റവും ഇളയ സഹോദരി ഒഴികെ മറ്റെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു. എനിക്ക് വരുമാനം വരാതായതോടെ അവർക്കൊക്കെ ഞാൻ ബാധ്യതയായി മാറുകയായിരുന്നു. ആ രീതിയിലായിരുന്നു അവർ എന്നോട് പെരുമാറിയത്. ഒന്നുകിൽ എനിക്ക് ഭ്രാന്താകും, അല്ലെങ്കിൽ ഞാൻ സ്വയം എന്തെങ്കിലും ചെയ്തു പോകുമെന്ന അവസ്ഥയിലെത്തിയപ്പോഴാണ് നടി ശാന്തകുമാരി ചേച്ചിയെ വിളിച്ച് ഞാൻ കരഞ്ഞു പറഞ്ഞത്. സീമാജി നായരെ വിളിച്ച് സംസാരിക്കുക, അവൾ എന്തെങ്കിലും വഴി കാണിച്ചു തരുമെന്ന് ശാന്തകുമാരി ചേച്ചി എന്നോട് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ സീമാജി നായരെ വിളിക്കുന്നത്. ഞാൻ നോക്കി വളർത്തിയവരെ കുറിച്ച് കുറ്റം പറയുവാനോ അവരെ ഇറക്കിവിടാനോ എനിക്ക് മനസ്സുണ്ടായിട്ടില്ല. പക്ഷേ എന്നെ ഇങ്ങനെ ആക്കിയതിന്റെ സങ്കടമുണ്ട്. എന്നെ അവർ ഒറ്റപ്പെടുത്തുമെന്ന് ഒരിക്കലും കരുതിയില്ല എന്നും ബീന കുമ്പളങ്ങി വേദനയോടെ പറയുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.